മൺഡേ റൂട്ട് എന്ന നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഒരു വീടിൻ്റെ പെയിൻറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. അതിനാവശ്യമായ സാധനങ്ങളും അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നും ഭംഗിയുള്ള ഒരു വീട് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത്. അതായത് സാമാന്യഗതിയിൽ ഒരു ക്വാളിറ്റി പെയിൻറ്റിങ്ങിനെ സംബന്ധിക്കുന്ന വിവരങ്ങളാണ് ഇന്ന് പറയുന്നത്. ഇത് സാമാന്യം നല്ല ചിലവ് വരുന്ന തരത്തിലായിരിക്കും ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ പറയുന്നതിന്. പ്രധാനമായും 6 കോട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്യും. പെയിൻറ്റിൻ്റെ അപ്ലൈയിങ് 6 കോട്ട് എങ്കിലും ചെയ്തേണ്ടി വരും. പെയിൻറ്റ്, പ്രൈമർ, പുട്ടി, പിന്നെ വൈറ്റ് സിമെൻറ്റ്, ഇങ്ങനെ 6 കോട്ടെങ്കിലും ചെയ്യേണ്ടി വരും. ഫൈനൽ ഫിനിഷ് കോട്ടിങ് ആകുമ്പോഴത്തേക്ക് 8 കോട്ട് പെയിൻറ്റെങ്കിലും ചെയ്യേണ്ടി വരും. അപ്പോൾ മാത്രമേ ഒരു ഫസ്റ്റ് ക്വാളിറ്റി പെയിൻറ്റിങ് ആയി കിട്ടുകയുള്ളൂ. സാധാരണഗതിയിൽ വീടുകളിലെല്ലാം പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അത് വെറുതെ കുറച്ച് വൈറ്റ് സിമെൻറ്റ് അപ്ലൈ ചെയ്യും, അതിന് മുകളിൽ കുറച്ച് പെയിൻറ്റും അടിച്ചു വെച്ച് പെയിൻറ്റിങ് കഴിഞ്ഞു എന്ന് പറയും. അതൊരു പെയിൻറ്റിങ് അല്ല, അതൊരു ക്വാളിറ്റി പെയിൻറ്റിങ് അല്ല. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ക്വാളിറ്റി പെയിൻറ്റിങ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സിസ്റ്റമാറ്റിക്കായിട്ട് ഉള്ള കാര്യമാണ് ഞങ്ങൾ ഇന്നിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത്. വാൾ പെയിൻറ്റിംഗ് സിസ്റ്റം. പുതിയ വീടുകളും കെട്ടിടങ്ങളും ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ പെയിൻറ്റ് ചെയ്യുന്ന രീതിയാണ് ഇന്ന് ഇവിടെ വിവരിക്കുന്നത്. വീടിൻ്റെ പണികൾ ആരംഭിക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ കൂടി ചിന്തിക്കുക വേണം. ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ DR രീതിയിൽ കരിങ്കല്ലുകൾ മാത്രം ഉപയോഗിച്ച് പാറ അടുക്കുമ്പോൾ അതിനുള്ളിൽ മണ്ണോ പാറപ്പൊടിയോ നിറച്ച് തന്നെ ചെയ്യേണ്ടതാണ്. പിന്നീട് മണ്ണ് നിറച്ച് വെള്ളം പമ്പ് ചെയ്ത് നിറയ്ക്കാമെന്ന് കരുതിയാൽ ഭിത്തിയിൽ നിന്നും പൂർണ്ണമായി ജലാംശം പോവുകയില്ല. അപ്പോൾ ഭിത്തിയുടെ താഴെ 3-4 ലെയർ ഇഷ്ടികകളിൽ ഈർപ്പം തങ്ങി നിൽക്കുന്നതിനാൽ പെയിൻറ്റ് പൊളിഞ്ഞ് ഇളകിപ്പോകും എന്നുള്ളത് കൊണ്ട് ഫൗണ്ടേഷൻ ഉണ്ടാക്കുമ്പോൾ തന്നെ ഈ കാര്യം ശ്രദ്ധിച്ചാൽ പിന്നീട് പണികളെല്ലാം തീരുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് വീട് ഭംഗിയായി പെയിൻറ്റ് ചെയ്തെടുക്കുവാൻ സാധിക്കും. അതിനാൽ ആദ്യം തന്നെ ഫൗണ്ടേഷൻ അഥവാ തറയെന്ന് ചില സ്ഥലങ്ങളിലെല്ലാം പറയും, തറ കെട്ടുന്നെന്ന് പറയും. ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ തന്നെ മണ്ണോ പാറപ്പൊടിയോ നിറയ്ക്കുന്നത് ഏറ്റവും ഉചിതമാകും. മൺതൊളി ഉപയോഗിച്ച് പാറ അടുക്കുന്നതും ചില സ്ഥലങ്ങളിൽ കാണാറുണ്ട്. മൺതൊളി എന്ന് പറഞ്ഞിരുന്ന സാധാരണ മണ്ണ് വെള്ളമൊഴിച്ച് കുഴച്ച് പരുക്കനിടുന്നത് പോലെ പാറ അടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ തന്നെ നിറച്ച് പോകുന്നതിനെയാണ് അങ്ങനെ പറയുന്നത്. ഇതിന് സാമ്പത്തികമുള്ളവർക്ക് അവിടെ സിമെൻറ്റും മണലും ഉപയോഗിച്ച് പരുക്കനുണ്ടാക്കിയും നിറയ്ക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏറെ ഭംഗിയായിരിക്കും. പണികളെല്ലാം തീർന്ന ശേഷമാണ് വീടിൻ്റെ പണികളെല്ലാം കോൺക്രീറ്റ് എല്ലാം കഴിഞ്ഞു, അതെല്ലാം ഭിത്തിയെല്ലാം റെഡിയായി പ്ലാസ്റ്ററിങ്ങും കഴിഞ്ഞതിന് ശേഷമാണ് ഭിത്തിയിൽ നമ്മൾ പെയിൻറ്റിൻ്റെ പ്രക്രിയയിലേക്ക് കടക്കുന്നത്. ആദ്യം തന്നെ പെയിൻറ്റിൻ്റെ പണി ചെയ്യുന്നതിന് ചെയ്യുന്നത് സ്ക്രാപ്പറോ എമിരി പേപ്പറോ ഒക്കെ ഉപയോഗിച്ചിട്ട് പെയിൻറ്റ് അവിടെ ഇവിടെയൊക്കെ തടിച്ചിരിക്കുകയോ പാടുകളുണ്ടാവുകയോ ചെറിയ ക്രാക്കുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ഉരച്ച് വൃത്തിയാക്കണം. അതിന് ഒരു 100-ൻ്റെ എമിരി ക്ലോത്ത് ഉപയോഗിച്ച് ഉരച്ച് റെഡിയാക്കാവുന്നതാണ്. ഇങ്ങനെ നല്ല ഒരു പ്രതലം ലഭിച്ചു കഴിഞ്ഞാൽ വെള്ളമൊഴിച്ച് നനച്ച് ഉണക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകിട്ടും വെള്ളം ചെറിയ രീതിയിൽ സ്പ്രേ ചെയ്ത് ഒഴിച്ച് നനയ്ക്കണം. രാവിലെ നനച്ച് കഴിഞ്ഞാൽ പിന്നെ അപ്പം വൈകുന്നത് വരെ ഉണങ്ങാനുള്ള സമയം. വൈകുന്നേരം വന്ന് അപ്പോൾ വീണ്ടും ഒന്നുകൂടി നനയ്ക്കണം. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ ഉണങ്ങിക്കിടക്കും. ഇതിങ്ങനെ ഒരു 3 ദിവസമെങ്കിലും നനച്ച് ഉണക്കണം. അങ്ങനെ നനച്ച് ഉണക്കിയതിന് ശേഷം മാത്രമേ ആദ്യത്തെ കോട്ടായ വൈറ്റ് സിമെൻറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാവുള്ളൂ. അപ്പോൾ വൈറ്റ് സിമെൻറ്റ് അപ്ലൈ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വൈറ്റ് സിമെൻറ്റ് നമുക്ക് പാക്കറ്റുകളിൽ റെഡിമെയ്ഡായിട്ട് കിട്ടും. ആ സിമെൻറ്റ് വാങ്ങിച്ചു കൊണ്ടുവന്ന് അത് കുഴച്ച് ഭംഗിയായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്ന മാതിരി പെയിൻറ്റിൻ്റെ പോലെയുള്ള ഒരു കുഴപ്പ് രൂപത്തിലാക്കി എടുത്ത് പെയിൻറ്റിനെ കുഴച്ച് കലക്കി അരിച്ച് എടുക്കണം. അങ്ങനെ അരിച്ചെടുത്താൽ ഇതിന് ശേഷം മാത്രമേ അത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ബ്രഷ് ഉപയോഗിച്ച് മാത്രം വേണം അപ്ലൈ ചെയ്യേണ്ടത്. 4 ഇഞ്ചിൻ്റെ ബ്രഷാണ് കൂടുതലായും ഉപയോഗിക്കുന്നത്. അതിനേക്കാൾ കൂടിയ വലിയ ബ്രഷുകൾ പെയിൻ്റ് അടിക്കാനായിട്ട് മാർക്കറ്റിൽ ലഭ്യമല്ല. ഏറ്റവും നല്ല ബ്രഷും 4 ഇഞ്ചിൻ്റെ ബ്രഷാണ്. ഇത് ചെയ്യുമ്പോൾ ഇടത്തു നിന്ന് വലത്തേക്ക് ആണ് പെയിൻറ്റ് ആദ്യം അപ്ലൈ ചെയ്യേണ്ടത്.
അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബ്രഷ് ഉപയോഗിച്ചിട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ പ്രതലത്തിൽ അവിടെയൊക്കെ ഈ പരുക്കനായിട്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കുഴികൾ നമ്മൾ പെട്ടെന്ന് നോക്കിയാൽ കാണാൻ പാടില്ലാത്ത പാകത്തിന് ഉണ്ടാകും. അവിടെയെല്ലാം പെയിൻറ്റ് ഇറങ്ങി ചെല്ലണമെന്നുണ്ടെങ്കിൽ ബ്രഷ് കൊണ്ട് തന്നെ ചെയ്യണം, റോളർ ഉപയോഗിച്ച് ചെയ്യരുത്. ഇപ്പം ബ്രഷ് ഉപയോഗിച്ച് വൈറ്റ് സിമൻറ്റ് ഒരു കോട്ട് അപ്ലൈ ചെയ്യണം. ആ അപ്ലൈ ചെയ്യുന്നത് ഹൊറിസോണ്ടൽ രൂപത്തിലായിരിക്കണം. ഇടത്തു നിന്ന് വലത്തേക്കും വലത്തു നിന്ന് ഇടത്തേക്കും, ലെഫ്റ്റ് റൈറ്റ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പെയിൻറ്റ് ഇങ്ങനെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യണം. സീലിങ്ങിലും അതുപോലെ തന്നെ ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്തതിന് ശേഷം ഒരു 12 മണിക്കൂർ സമയമെങ്കിലും ഉണങ്ങാൻ അനുവദിക്കണം. 12 മണിക്കൂറെന്ന് പറഞ്ഞാൽ ഒരു രാത്രി ഉണങ്ങിയാൽ മതിയാകും. പിന്നെ അടുത്ത ദിവസം വീണ്ടും സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യണം. സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യാൻ വന്ന് നോക്കുമ്പോൾ പെയിൻറ്റ് എവിടെയെങ്കിലും തടിച്ചോ ഒലിച്ചോ പിന്നെ റണ്ണിങ് സാഗിങ് എന്നൊക്കെ പറയുന്ന പല പല ന്യൂനതകളുണ്ട്. ന്യൂനതകളെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് സംസാരിക്കുന്നതായിരിക്കും. ഇപ്പോൾ അങ്ങനെ തടിച്ചൊക്കെ ഇരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ അല്പം സ്ക്രാപ്പ് ചെയ്യുകയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ സ്ക്രാപ്പർ ഉപയോഗിച്ച് നല്ല സ്ക്രാപ്പ് ചെയ്യണം. എന്നിട്ട് വൃത്തിയുള്ള ഒരു തുണി നനച്ച് തുടയ്ക്കണം. തുടച്ചതിന് ശേഷം സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യണം. ഈ സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ 4-5 ബ്രഷ് ഉപയോഗിച്ച് റൂമിൻ്റെ അകവശത്തുള്ള മൂലകളിൽ അരികുകളിൽ എല്ലാം 4-5 ബ്രഷ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്യണം. അപ്പോൾ അവിടെ എവിടെയെങ്കിലും ചെറിയ ചെറിയ കുഴികളോ പാടുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രഷ് സ്ക്രബ് ചെയ്ത് അതിനുള്ളിലേക്ക് ഈ വൈറ്റ് സിമെൻറ്റിനെ കടത്തി വിടണം. സ്ക്രബ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുത്തുന്നതിനെയാണ് സ്ക്രബിങ് എന്ന് പറയുന്നത്. അങ്ങ് പെയിൻറ്റിൻ്റെ ബ്രഷിൻ്റെ ഹെയർ ഉപയോഗിച്ചിട്ട് കുത്തി കംപ്ലീറ്റ് നിറച്ച് അരികളിൽ മാത്രം 4-5 ബ്രഷ് ഉപയോഗിച്ചാൽ മതിയാകും. ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് റോളർ ബ്രഷ് ഉപയോഗിച്ചിട്ട് അത് ആദ്യം ഹൊറിസോണ്ടലായിട്ടും പിന്നീട് വെർട്ടിക്കലായിട്ടും ഒരേ സമയം തന്നെ അങ്ങനെ കംപ്ലീറ്റ് സ്ഥലവും സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ 2 കോട്ട് വൈറ്റ് സിമെൻറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം 12 മണിക്കൂറെങ്കിലും ഉണങ്ങാനായിട്ട് അനുവദിക്കണം. വെള്ളമൊന്നും പിന്നെ ഒഴിക്കണ്ട, അങ്ങനെ ഇരുന്നാൽ മതി. 12 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അതൊരു രാത്രി നമ്മൾ ഫ്രീ ആയിട്ട് വിട്ടിട്ട് പിറ്റേ ദിവസം വരുമ്പോൾ അത്രയും സമയം ആവുമല്ലോ, ഉണങ്ങാനുള്ള സമയം കിട്ടും. ആ സമയത്ത് വന്നിട്ട് നോക്കണം എങ്ങനെയുണ്ട്, പ്രതലമൊക്കെ എങ്ങനെ ഇരിക്കുന്നു, ഭംഗിയായിട്ടിരിക്കുകയാണോ എന്ന് നോക്കി. എവിടെയെങ്കിലും എന്തെങ്കിലും പെയിൻറ്റ് തടിച്ചിരിക്കുകയോ കൂട്ടം കൂടിയിരിക്കുകയോ ബ്രഷ് മാർക്ക് ഉണ്ടായിരിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിനെ ഉരച്ച് വൃത്തിയാക്കണം. അതിന് എമരി ക്ലോത്ത് ഉണ്ട്, ആ പറഞ്ഞ 100-ൻ്റെ എമരി ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ഉരയ്ക്കണം. അത് കഴിഞ്ഞ് നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് തുടച്ച് വൃത്തിയാക്കണം. അങ്ങനെ ചെയ്തതിന് ശേഷം കുറേ സമയം കഴിയുമ്പോൾ അത് ഉണങ്ങി കഴിയുമ്പോൾ പുട്ടി അപ്ലൈ ചെയ്യാം. പുട്ടിയെന്ന് പറയുന്നത് റെഡിമെയ്ഡ് പുട്ടിയും കിട്ടും, അല്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ കിട്ടുന്ന പുട്ടി പൗഡറും കിട്ടും. പാൽ പുട്ടി പൗഡർ എന്ന് പറഞ്ഞിട്ട് ചാക്കിൽ നിറച്ചത് കിട്ടും. അത് കൊണ്ടുവന്ന് കുഴച്ച് നല്ല ഭംഗിയായിട്ട് റൊട്ടി മാവ് കുഴയ്ക്കുന്നത് പോലെ കുഴച്ച് നല്ല പരുവപ്പെടുത്തി എടുത്താൽ മാത്രമേ ഭിത്തിയിൽ ഭംഗിയായിട്ട് അത് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിന് പുട്ടി ബ്ലേഡ് ഉപയോഗിക്കണം. അപ്പോൾ ഇത് റെഡിമെയ്ഡായിട്ട് മിക്സ് ചെയ്തതും കടയിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. അത് വാങ്ങിച്ചുകൊണ്ടിരുന്നതിന് വില കൂടുതലാണ്, കുറേ അധികം പൈസയാകും. പക്ഷേ നമ്മൾ തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകും. അപ്പോൾ അത് അപ്ലൈ ചെയ്യുന്നതിന് പുട്ടി ബ്ലേഡ് ഉപയോഗിക്കണം. പുട്ടി ബ്ലേഡ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്യുന്നതിൻ്റെ രീതി നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാവുന്നതാണ്. അത് കാണുന്നുണ്ട്. ഉണങ്ങുമ്പോൾ അങ്ങനെ പുട്ടി ഒരു കോട്ട് അപ്ലൈ ചെയ്ത് ഉണങ്ങാൻ അനുവദിക്കണം. അതിനും 12 മണിക്കൂർ സമയമെങ്കിലും ഉണങ്ങാൻ അനുവദിക്കണം. അങ്ങനെ ഉണങ്ങിയതിന് ശേഷം സെക്കൻഡ് കോട്ടും ഇതുപോലെ അപ്ലൈ ചെയ്യണം. പക്ഷേ ഇത് മിക്സ് ചെയ്യുമ്പോഴും, അതായത് പ്രൈമറിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. വൈറ്റ് സിമെൻറ്റ് അപ്ലൈ ചെയ്യുമ്പോഴും വൈറ്റ് സിമെൻറ്റ് നമ്മൾ കലക്കി മിക്സ് ചെയ്തെടുക്കുമ്പോഴും എത്ര പെയിൻറ്റ് നമുക്ക് ആവശ്യമുണ്ടോ അത്രയും ആവശ്യത്തിന് മാത്രമേ എടുക്കാവുള്ളൂ. പെയിൻറ്റ് മിക്സ് ചെയ്ത് തീർന്ന് റെഡിയായ പെയിൻറ്റ് കംപ്ലീറ്റ് അപ്ലൈ ചെയ്ത് തീർത്തിരിക്കണം. അത് ബാക്കി വെച്ചിരുന്നാൽ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല, അത് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധ്യമല്ല. അതുപോലെ തന്നെയാണ് പുട്ടിയെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിരുന്ന അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് അപ്ലൈ ചെയ്ത് തീർക്കണം. ഒരു ദിവസം കൊണ്ട് അപ്ലൈ ചെയ്ത് തീർന്നേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ 3-4 പേര് ജോലി ചെയ്യുന്ന ഒരു വീട്ടിൽ. പക്ഷേ വലിയ വലിയ ബിൽഡിങ്ങുകളിൽ നിന്ന് ഒരു ദിവസം കൊണ്ടൊന്നും തീരത്തില്ല. ഒരറ്റം മുതലേ അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ പുട്ടി ഇട്ടിട്ട് എല്ലായിടവും ഇട്ട് വരണം. അങ്ങനെ 12 മണിക്കൂർ ഉണങ്ങാൻ സമയം കൊടുക്കുക. സെക്കൻഡ് കോട്ടും അപ്ലൈ ചെയ്യുക.
സെക്കൻഡ് കോട്ടും അപ്ലൈ ചെയ്തതിന് ശേഷം അതിന് ഉണങ്ങിയതിന് ശേഷം നോക്കണം, ഭംഗിയായിട്ട് ഉരയ്ക്കണം. ഉരയ്ക്കുന്നതിന് 120-ൻ്റെ എമരി ക്ലോത്ത് ഉപയോഗിക്കണം. എമരി ക്ലോത്ത് ഉപയോഗിച്ച് ഉരയ്ക്കുമ്പോൾ നല്ല മിനുസം കിട്ടും. അപ്പം പ്രതലത്തിൽ ഈ ഭിത്തിയിൽ എവിടെയെങ്കിലും വളവോ പൊളവോ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് നന്നായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒരു ട്യൂബ് ലൈറ്റ് കൊണ്ടുവന്ന് കത്തിച്ച് വയ്ക്കണം. ട്യൂബ് ലൈറ്റിൻ്റെ പ്രകാശത്തിൽ നമുക്ക് അടുത്ത് വെച്ച് നോക്കാൻ പറ്റും, ഭിത്തിയിലേക്ക് അടുത്ത് വെച്ച് നോക്കാൻ പറ്റും. അപ്പം എന്തെങ്കിലും വളവുകളോ പൊളവുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി എടുക്കണം. കൂടുതൽ പുട്ടി അവിടെ അപ്ലൈ ചെയ്യേണ്ടി വരുവാണെങ്കിൽ വീണ്ടും അപ്ലൈ ചെയ്യണം, പുട്ടി അപ്ലൈ ചെയ്യണം. അങ്ങനെ അപ്ലൈ ചെയ്ത് എല്ലാം മിനുസപ്പെടുത്തി നല്ല ഭംഗിയായിട്ട് വരച്ച് മിനുസപ്പെടുത്തിയാൽ ഏതാണ്ട് മിക്കവാറും പെയിൻറ്റ് അടിക്കാൻ പാകത്തിനുള്ള ഒരു പ്രതലം, നല്ല ഭിത്തി, നല്ല മിനുസത്തോടു കൂടിയുള്ള പ്രതലം കിട്ടും. ഉണങ്ങിയതിന് ശേഷം നമ്മൾ വെള്ളമഴിച്ച തുണി കൊണ്ട് വീണ്ടും തുടച്ച് ഭംഗിയായിട്ട് വൃത്തിയാക്കി അതിന് ശേഷം ആണ് വാൾ പ്രൈമർ അപ്ലൈ ചെയ്യേണ്ടത്. വാൾ പ്രൈമർ ഭിത്തിക്ക് അടിക്കുന്നതിനുള്ള പ്രൈമർ റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ കിട്ടും. ഇത് 20 ലിറ്റർ, 10 ലിറ്റർ, 4 ലിറ്റർ, 1 ലിറ്റർ എന്നിങ്ങനെ കണക്കിലുള്ള കണ്ടെയ്നറുകളിലാണ് കടയിൽ നിന്ന് നമുക്ക് വാങ്ങാൻ ലഭിക്കുന്നത്. അത് നമുക്ക് ആവശ്യമായ അളവിലുള്ളത് വാങ്ങി അപ്ലൈ ചെയ്യണം. അപ്പോൾ വാങ്ങുന്നതിന് നമ്മുടെ റൂമിൻ്റെ അളവ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. അതിൻ്റെ അളവെന്ന് പറയുന്നത് റൂമിൻ്റെ നീളം ഗുണം വീതി സീലിങ്ങിൻ്റെ അളവായിരിക്കും. അപ്പോൾ അത് എത്ര സ്ക്വയർ ഫൂട്ടോ അല്ലെങ്കിൽ സ്ക്വയർ മീറ്ററോ ആണെന്നുള്ള വിവരം നമുക്ക് മനസ്സിലാവും. ആ സ്ക്വയർ മീറ്റർ പിന്നെ ഓരോ ഭിത്തിയുടെയും നീളവും ഉയരവും തമ്മിൽ ഗുണിച്ചാൽ ആ ഓരോ ഭിത്തിയുടെ അളവും കിട്ടും. അങ്ങനെ ഒരു റൂമിൻ്റെ 4 ഭിത്തിയുടെയും അളവ് നമുക്ക് ലഭിക്കും. അതിനെ കൂട്ടണം. അതിനോടൊപ്പം സീലിങ്ങിൻ്റെ അളവും കൂടി കൂട്ടണം. അപ്പോൾ നമുക്ക് റൂമിൻ്റെ മൊത്തം അളവ് നമുക്ക് ലഭിക്കും. ഈ മൊത്തം അളവിൽ നിന്ന് ഡോർസും വിൻഡോസും അതിൻ്റെ അളവും ഇതുപോലെ നീളവും വീതിയും കൂടി ഗുണിച്ചിട്ട് കിട്ടുന്ന അളവ് എത്രയാണോ അതെല്ലാം കൂടെ കൂട്ടി ചേർത്തിട്ട് ആദ്യം കിട്ടിയ സ്ക്വയർ മീറ്ററിൽ നിന്ന് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് കൃത്യമായും ഒരു റൂമിൻ്റെ അളവ് എത്രയാണ് എന്നറിയാം. അങ്ങനെ അളവ് എത്രയാണെന്നറിയുമ്പോൾ അതിന് എത്ര പെയിൻറ്റ് വാങ്ങിക്കണം അല്ലെങ്കിൽ എത്ര പ്രൈമർ വാങ്ങിക്കണം എന്നുള്ള അളവ് കിട്ടും. അതിന് പ്രൈമറിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ പെയിൻ്റ് ആണെങ്കിൽ എമൾഷൻ പെയിൻറ്റിന് 40 മുതൽ 50 സ്ക്വയർ മീറ്റർ പെർ ലിറ്ററാണ്. പ്ലാസ്റ്റിക് എമൾഷൻ പെയിൻറ്റിന് 30 മുതൽ 40 സ്ക്വയർ മീറ്റർ പെർ ലിറ്റർ അളവാണ്. അക്രിലിക് എമൾഷൻ പെയിൻറ്റിന് 30 മുതൽ 35 സ്ക്വയർ മീറ്റർ പെർ ലിറ്ററാണ്. അതാണ് അതിൻ്റെ കവറിങ് കപ്പാസിറ്റി. അപ്പോൾ പ്രൈമറിനെന്ന് പറഞ്ഞിരുന്നാൽ 15 മുതൽ 20 വരെ സ്ക്വയർ മീറ്റർ പെർ ലിറ്ററാണ് കപ്പാസിറ്റി. അപ്പോൾ നമുക്ക് കിട്ടിയ അളവ് എത്രയാണോ, എത്ര സ്ക്വയർ മീറ്റർ ആണോ അളവ് കിട്ടിയത്, അതിനെ ഈ പെയിൻറ്റിൻ്റെ 1 ലിറ്ററിന് 15 മുതൽ 20 വരെ അളവാണ് കിട്ടുന്നത്. ആ കണക്ക് വെച്ച് അതിനെ ഹരിച്ചാൽ നമുക്ക് എത്ര ലിറ്റർ വാൾ പ്രൈമർ വാങ്ങണം എന്നുള്ള അളവ് കിട്ടും. അതനുസരിച്ച് വാങ്ങിയാൽ മതിയാകും. ഇതേ അളവിൽ തന്നെ ഈ പെയിൻറ്റും വാങ്ങണം. പെയിൻറ്റിൻ്റെ അളവ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആ കവറിങ് കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള പെയിൻറ്റും അതിനനുസരിച്ച് വാങ്ങിയാൽ മതി. അപ്പോൾ എത്ര സ്ക്വയർ മീറ്റർ ഉണ്ട് മൊത്തത്തിലൊരു ബിൽഡിങ്ങിൻ്റെ അളവെന്ന് പറയുന്നത് കൃത്യമായി നമുക്ക് കിട്ടും. ആ അളവ് വെച്ചിട്ട് നമ്മൾ എത്ര പെയിൻറ്റ് മേടിക്കണം എന്നുള്ളതിൻ്റെ നമുക്കൊരു ബഡ്ജറ്റ് തയ്യാറാക്കാനും സാധിക്കും. അങ്ങനെയുള്ള പെയിൻറ്റ് വാങ്ങിച്ച് കൊണ്ടുവരിക. എന്നിട്ട് പ്രൈമർ അപ്ലൈ ചെയ്യുക. പ്രൈമർ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം അപ്ലൈ ചെയ്തതുപോലെ തന്നെ 4 ഇഞ്ചിൻ്റെ ബ്രഷ് ഉപയോഗിച്ചിട്ട് കോർണറുകൾ മുഴുവനും അപ്ലൈ ചെയ്യണം. എല്ലാ കോർണറും മുകളിലുള്ളത്, സീലിങ്ങിൻ്റെ കോർണർ, ഭിത്തിയുടെ കോർണറുകളെല്ലാം 4 ഇഞ്ചിൻ്റെ ബ്രഷ് ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് റോളർ ബ്രഷ് ഉപയോഗിച്ചിട്ട് ബാക്കി ഭാഗങ്ങളെല്ലാം അപ്ലൈ ചെയ്യണം. ഈ രീതി തുടർന്നാൽ മതി. ആദ്യം വൈറ്റ് സിമെൻറ്റ് അടിക്കുമ്പോഴും പ്രൈമർ അപ്ലൈ ചെയ്യുമ്പോഴും ഇതേ രൂപത്തിൽ വേണം പെയിൻറ്റ് അപ്ലൈ ചെയ്യേണ്ടുന്നത്. ഇങ്ങനെ ഒരു കോട്ട് അപ്ലൈ ചെയ്ത് വാൾ പ്രൈമർ ഒരു കോട്ട് അപ്ലൈ ചെയ്ത് ഉണങ്ങാനായിട്ട് അതിനും 12 മണിക്കൂറെങ്കിലും സമയം അനുവദിക്കണം. അങ്ങനെ 12 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് അടുത്ത ദിവസത്തെ സെക്കൻഡ് കോട്ട് വീണ്ടും അപ്ലൈ ചെയ്യാം. അതിനും ഈ പറഞ്ഞതുപോലെ തന്നെ കോർണറുകളിലെല്ലാം 4 ഇഞ്ചിൻ്റെ ബ്രഷ് ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്യണം. ഇടഭാഗങ്ങളിലെല്ലാം റോളർ ബ്രഷ് ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്യാം. റോളർ ബ്രഷ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് കുറേ സൗകര്യങ്ങളുണ്ട്.
ഉയരത്തിൽ കയറി നിൽക്കുകയൊന്നും വേണ്ട. ബ്രഷ് വയ്ക്കുന്നതിനുള്ള ഹാൻഡിലുണ്ട്. ഹാൻഡിലിൽ റോളർ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് താഴെ നിന്നുകൊണ്ട് തന്നെ മുകളിലെ സീലിങ്ങിലും ഭിത്തിയിലും എല്ലായിടത്തും വളരെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് റോളർ ബ്രഷ് ഉപയോഗിക്കുമ്പോൾ അപ്പോൾ തന്നെ ആദ്യം ഹൊറിസോണ്ടൽ രൂപത്തിലും പിന്നീട് വെർട്ടിക്കൽ രൂപത്തിലുമായിട്ട് അപ്ലൈ ചെയ്യണം. ഇത് 2 കോട്ട് വാൾ പ്രൈമറും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഉണങ്ങുന്നതിനാവശ്യമായ സമയം നൽകണം. ആവശ്യമായ സമയം എന്ന് പറയുന്നത് ഒരു രാത്രിയാണ്. 12 മണിക്കൂർ സമയം ഉണങ്ങാൻ അനുവദിക്കുക. അത്ര ഉണങ്ങിയതിന് ശേഷം മാത്രമേ പിന്നെ പെയിൻറ്റിലേക്ക് കടക്കാൻ പാടുള്ളൂ. പെയിൻറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പായി വീണ്ടും നമ്മൾ പ്രതലമെല്ലാം പരിശോധിക്കണം. എവിടെയെങ്കിലും ചെറിയ എന്തെങ്കിലും അപാകതകളോ പെയിൻറ്റ് നമ്മുടെ ഇട്ട പുട്ടി എവിടെയെങ്കിലും മുഴച്ചിരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയെല്ലാം ഈ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് വൃത്തിയാക്കി നല്ല മിനുസമുള്ള ഒരു പ്രതലം കിട്ടും. അങ്ങനെ ആ പ്രതലത്തിലേക്ക് പിന്നെ തുണി നനച്ച് തുടച്ചതിന് ശേഷം ഏത് പെയിൻ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എമൾഷൻ പെയിൻ്റെങ്കിൽ അങ്ങനെ, അക്രിലിക് ആണെങ്കിൽ അങ്ങനെ, അതിൽ പ്ലാസ്റ്റിക് എമൾഷൻ ആണെങ്കിൽ അങ്ങനെ ഏത് പെയിൻ്റാണ് നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നതെന്ന് വെച്ചിരുന്നാൽ അതിനെല്ലാം വിലയ്ക്ക് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഒരു ക്വാളിറ്റി പെയിൻറ്റിങ് എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ അത് തീരുമാനിക്കണം ഏത് വേണമെന്നുള്ളത്. എമൾഷനും പ്ലാസ്റ്റിക് എമൾഷനും ഒക്കെ നല്ല വിലയുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പെയിൻറ്റ് അതിലേതാണെന്ന് വെച്ചിരുന്നാൽ വാങ്ങിച്ചിട്ട് അതും പറഞ്ഞതുപോലെ 2 കോട്ട് അപ്ലൈ ചെയ്യണം. ഈ ആദ്യത്തെ കോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അതിൽ ചേർക്കാവുന്ന 1 ലിറ്റർ പെയിൻറ്റിന് വെള്ളം ചേർക്കാവുന്നത് 200 ml മുതൽ 300 ml വരെ മാത്രമേ 1 ലിറ്ററിൽ ചേർക്കാവൂ. അധികം വെള്ളം ചേർത്താൽ പെയിൻറ്റ് ഒഴുകിപ്പോകും. അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതിൽ കൂടുതൽ നിറയ്ക്കരുത്. 300 പരമാവധി 300 ml പരമാവധി 1 ലിറ്ററിൽ ചേർക്കാം. അതിനപ്പുറത്തേക്ക് വേണ്ട. 1/2 ലിറ്റർ 1 ലിറ്റർ ഒന്നും പകുതി ഒന്നും ചേർക്കാൻ പാടില്ല. രണ്ടാമത്തെ കോട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ഈ പറഞ്ഞതുപോലെ തന്നെ 200 മില്ലി ചേർത്ത് മിക്സ് ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്താൽ കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ 4 അരികുകളിലും ബ്രഷ് ഉപയോഗിക്കണം. മുറികളിലെല്ലാം ബ്രഷ് ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്യണം. ബാക്കി എല്ലാ ഭാഗങ്ങളിലും റോളർ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ 2 കോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മിനുസമുള്ള ഏറ്റവും ആകർഷകമായ നല്ലൊരു പ്രതലം നമുക്ക് കിട്ടും. ഇനി ചില കാര്യങ്ങൾ പറയാനുള്ളത്, അങ്ങനെ ഒരു നല്ല പെയിൻറ്റിങ് ചെയ്ത ഒരു റൂം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇനി പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, ഇനി ഇങ്ങനെ ചെയ്ത് കഴിയുന്ന പെയിൻറ്റിങ്ങിന് ശേഷം കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിലെവിടെയെങ്കിലും അപാകതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പെയിൻറ്റിങ് ന്യൂനതകളെന്ന് പറയും. അത് ഡിഫക്റ്റുകൾ, പലതരത്തിലുള്ള ഡിഫക്റ്റുകളുണ്ട്. ആ ഡിഫക്റ്റുകളിനെ കുറിച്ചെല്ലാം നമ്മൾ അടുത്ത ദിവസത്തെ ഇതിൽ വരും. തുടർന്നുള്ള വിവരങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും വേണം. താങ്ക് യു.